Payarin kyo Jisu. Thank you, Jesus. ഇന്നത്തെ വ്ലോഗ് ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ ഈ സ്മാർട്ട് ഡ്രൈവറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സ്ക്രീനിൽ പുതിയതാണെങ്കിലും അരുണാചലിലെ ഒരു പ്രമുഖ മിഷണറി വൈദികനാണ്. ഇതാണ് ഫാദർ ചാക്കോച്ചൻ കാക്കനാട്ട്. കണ്ണൂർ സ്വദേശിയാണ്. മിക്കവാറും അച്ഛൻ ടൂറിംഗ് മിഷനിൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അച്ഛനെ മുൻപ് പരിചയപ്പെടാൻ പറ്റാതെ വന്നത്. കാണുന്നത് പോലെയല്ല. സുവിശേഷത്തിനു വേണ്ടി സാഹസികമായ ഏതൊരു പ്രവർത്തനങ്ങൾക്കും ചാക്കോച്ചൻ അച്ഛൻ പ്രായം ഒന്നും വകവയ്ക്കാതെ മുന്നിലുണ്ടാകും. आधार कार्ड किसी ने के लिए। अच्छा। तो अब मैं मलेशिया गया ना, सर हम लोग बस्ती जाएगा। याकली जाएगा। तो हम कल बीतेगा, कल बिलने से तो प्रसंग आएगा। ठीक है। तो आपको मिलने के लिए हम नहीं हम जाएगा उधर याकली सर, याकली से 2 दिन बैठ के फिर सरोसरा जाएगा। എന്തിനോ വേണ്ടി ഒഴുകുന്ന ജലം എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇത് ഈ മലമുകളിലെ ബാംബൂ വാട്ടർ സർവീസാണ്. ഇവിടെ മീറ്ററുകളില്ല, ടാപ്പുകളില്ല. പക്ഷേ ഇതിൻ്റെ മുന്നിൽ മിനറൽ വാട്ടർ പോലും മാറി നിൽക്കും. അത്രയ്ക്ക് ശുദ്ധമാണ് ഈ ജലം. ഈ ചുവന്ന തലക്കെട്ടുകാരനെ കണ്ടതും ചാക്കോച്ചൻ അച്ഛൻ വണ്ടി നിർത്തി ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇദ്ദേഹമാണ് കക്കപ്പ്. നമ്മുടെ കട്ടപ്പയുടെ പോലെയുള്ള സ്റ്റൈലൻ പേര് അല്ലേ? നരിക്കാമിടവക ദേവാലയത്തിന്റെ സെക്രട്ടറി ആയിരുന്നെന്നാണ് പറഞ്ഞത്. कंपनी को को पूछना। ओके। अब कहाँ जाके नदी जाके काम नहीं मिला कल। अच्छा ना मछली के लिए वो तीता मछली। ओ अच्छा। लंचू का എനിക്കിഷ്ടപ്പെട്ടത് കുറച്ചു നേരമേ സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ നേരം കൊണ്ട് അദ്ദേഹം നൽകിയ എക്സ്പ്രഷൻസ് കിടുവായിരുന്നു. അദ്ദേഹം യാത്ര പറഞ്ഞുപോയി. ഞങ്ങൾ യാത്ര തുടർന്നു. ഇന്നേ വരെ ലോകത്തുള്ള ആരും കടന്നു ചെല്ലാത്ത യക്ലി എന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര. കയറ്റമായതുകൊണ്ട് കുറച്ചു ദൂരമേ വണ്ടിയിൽ യാത്ര തുടരാൻ പറ്റുള്ളൂ എന്ന് ചാക്കോച്ചൻ അച്ഛൻ പറഞ്ഞിരുന്നു. എന്നാലും അച്ഛൻ പരമാവധി കയറ്റത്തിലേക്ക് വാഹനം കൊണ്ടുപോയി. അത്രയും ദൂരമെങ്കിലും കുറച്ച് നടന്നാൽ മതിയല്ലോ എന്നോർത്തായിരുന്നു ഈ കയറ്റം കയറിയുള്ള പോക്ക്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു പിന്നീട് സംഭവിച്ചുകൊണ്ടിരുന്നത്. ദാ ആ പുല്ല് വളർന്ന് കവറായി നിൽക്കുന്നതിന് അടിയിലാണ് കെണി പോലെ ആ കുഴി കാണാനിടയായത്. ഭാഗ്യത്തിന് പിന്നിലുണ്ടായിരുന്ന ഓട പോലെയുള്ള കുഴിയിലേക്ക് വാഹനം വീഴാതെ നിയന്ത്രിക്കാൻ ദൈവകൃപയാൽ അച്ഛന് സാധിച്ചു. നല്ല വഴുവഴുപ്പായിരുന്നതിനാൽ ടയറിന് ഗ്രിപ്പും കിട്ടുന്നില്ലായിരുന്നു.
സത്യം പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് ഒരു തടസ്സം മിഷണറിമാർ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ യാത്രയ്ക്കിറങ്ങുന്നതിന് മുൻപ് തന്നെ മിഷണറിമാർ പറഞ്ഞിരുന്നു, ഇത്തവണത്തെ യാത്ര അത്ര എളുപ്പമുള്ളതായിരിക്കില്ല എന്ന്. അസാധാരണമായ പലതും പ്രതിബന്ധമായി മുന്നിൽ പ്രത്യക്ഷപ്പെടാം. ടയർ വെറുതെ കറങ്ങല്ലേ, പാര എന്തെങ്കിലും ഉണ്ടോ? ഇനി ഏറ്റവും താഴെ മുട്ടിയതെന്ന് പറഞ്ഞു. पंचर होने से और परेशानी होगी. अभी आगे भी नहीं पीछे भी नहीं से करते. कितना बज जाता थोड़ा करके बिल्कुल കൃത്യവത്തെ തട്ടി. അച്ഛാ അതിന്റെ മുകളിലായി जैकी से उठा सकते क्या? ചാക്കോച്ചൻ അച്ഛൻ്റെ ഈ ആശയം നന്നായിരിക്കും എന്ന് തോന്നി. पत्ती तो फ्री करना पड़ेगा ना. लगी बोलने की और फल लोग थी ले जाओ घंटा नहीं तो पत्ती भी छूट जाएगा. ज्यादा मेहनत करेगा कुछ बड़ा पत्थर होने तो अच्छा होगा. വലിയ വല്ലതും ഉണ്ടെങ്കിൽ എടുക്ക. गियर को रख से വണ്ടി കുടുങ്ങിക്കഴിഞ്ഞാൽ സാധാരണ എടുക്കുന്ന രീതി ഇതാണ്. എവിടെ അടിയിൽ ജാക്കി കൊടുക്കുക, പൊക്കുക, കല്ലിടുക. ശരിക്കും ഈ പറഞ്ഞറിയോ, വണ്ടി വഴി കൂടെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടാക്കുന്ന പുള്ളിക്ക് ഇഷ്ടമാണ്. അതാണ് പുള്ളിയുടെ പേര്. കർത്താവാം ദൈവമേ വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. അച്ഛൻ്റെ പാട്ട് കേട്ടപ്പോൾ ഡ്രൈവർ വിനോദിന് ചിരിയാണ് വന്നത്. ഈ സമയത്തും ബിജു അച്ഛൻ കൂളായിട്ട് പാട്ട് പാടുന്നത് കണ്ടതുകൊണ്ടായിരിക്കാം. ടയറിന് ചുറ്റും ചെറു കല്ലുകൾ കൊണ്ട് ഒരു ഗ്രിപ്പ് സൃഷ്ടിച്ചു. ഇനി എങ്ങനെയെങ്കിലും വാഹനത്തെ ഇവിടുന്ന് മാറ്റണം. എന്നാലേ ഡ്രൈവർമാർക്ക് ഞങ്ങളെ ഒരു ഗ്രാമത്തിലാക്കി വാഹനവുമായി തിരികെ പോകാൻ പറ്റുള്ളൂ. ഈ സമയം ചാക്കോച്ചൻ അച്ഛൻ ഷാലോം ടീമിലെ ക്യാമറാമാന്മാരുമായി യാത്ര തുടങ്ങിയിരുന്നു. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ. അങ്ങനെ ഞങ്ങൾ 2 ടീമായി വേർപിരിയേണ്ടി വന്നു. ഇവൻ യക്ലി എന്ന് പറയുന്ന വില്ലേജിലാണ് ഇവന്റെ വീട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പോകുന്ന വില്ലേജിന്റെ പേരാണിത്. നമ്മുടെ സഹോദരൻ അബ്രഹാം എന്നാണ് ഇവന്റെ മാമൂസ പേരെന്നാണ് കുറച്ച് മുമ്പ് ഇവൻ എന്നോട് പറഞ്ഞത്. ആ അബ്രഹാം നമുക്ക് വേണ്ടി മുമ്പേ പോകുന്നു.
അപ്പോൾ അബ്രഹാം നമുക്ക് വേണ്ടി അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അബ്രഹാം അവിടെ കാണും. നമ്മൾ അബ്രഹാമിനെ കാണും. അബ്രഹാം നമുക്കെല്ലാം കുടിക്കാനുള്ള വെള്ളവും നൂഡിൽസും ഒക്കെ റെഡിയാക്കി വെക്കും. നമ്മളത് അവിടെ പോയി കഴിക്കുകയും ചെയ്യും. ഏതായാലും അബ്രഹാം പോട്ടെ. ഇനി നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് കുറേ സഹോദരന്മാർ വരുന്നുണ്ട്. 10-15 പേര് വരുന്നുണ്ട്. അവരെ കാത്ത് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അവർ വന്ന ഉടനെ ഈ സാധനങ്ങളുമായിട്ട് അവർക്ക് വില്ലയിലേക്കുള്ള സാധനങ്ങളും നമ്മുടെ ബാഗും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തുടരും. ഏതായാലും അബ്രഹാം ഇത് ഒരുതരം സക്കർ ടൈപ്പ് മത്സ്യമാണെന്നാണ് ഇവർ പറയുന്നത്. ഈ മീൻ ഇവിടുത്തെ ആറ്റിന്ന് ഇപ്പോൾ പിടിച്ചുകൊണ്ട് വരുന്നതാ. ഇതിൻ്റെ വില 500 രൂപ. അത് ഇപ്പോൾ ഇവർ ഇവിടെ സുമോ വരും. അപ്പോൾ സുമോയിൽ ഇതും കൊണ്ട് ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ പോകണം സെപ്പായി പോകാൻ. അവിടെ കൊണ്ടുവന്ന് ഇതിനൊരു 800 രൂപ കിട്ടുമെന്ന് അവർ പറയുന്നത്. നല്ല രുചിയുള്ള മത്സ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ യാത്രയാക്കിയിട്ട് കോൺവെന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സിസ്റ്റർ അത് വാങ്ങിച്ചു. कितना दिन में लेके जाता है इसको? सप्ताह में एक बार? मतलब नहीं, भरोसा नहीं है. ऐसा कुछ नहीं है. കാട്ടുവള്ളികളും നാരുമൊക്കെ ഉപയോഗിച്ച് ഞങ്ങളുടെ ലഗേജ് ഇവർ സുരക്ഷിതമായി പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരു ബാഗ് ഇതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അവർ പിള്ളേർക്കുള്ള മിഠായി വരും. ഓക്കെ, ആ മിഠായി ഇങ്ങനത്തെ കെട്ടി ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് തോടെ ഇടുന്നുണ്ടായിരുന്നു, നമുക്ക് മാനേജ് ചെയ്യാം. 10-20 മൈലുകൾക്കപ്പുറത്ത് നിന്ന് കാൽനടയായി വന്നിരിക്കുകയാണ് ഇവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. മൈലുകൾക്കപ്പുറം കുറേ മലകൾ താണ്ടി, അതും കാൽനടയായി വേണം ഇവരുടെ ഗ്രാമത്തിലെത്താൻ. യാത്രയ്ക്ക് മുൻപ് അച്ഛൻ എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. മാതാവിന്റെ വിമല ഹൃദയത്തിൽ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അച്ഛൻ്റെ കൈവശമുള്ള ആ ചെറിയ കാർഡ്ബോർഡ് പെട്ടിയിൽ മാതാവാണുള്ളത്. ഈ അരുണാചൽ മിഷന്റെ ചിത്രീകരണ യാത്രയുടെ ആരംഭം മുതലേ മധ്യസ്ഥയായി മാതാവ് ഒപ്പമുണ്ടായിരുന്നു. വലിയ അപകടങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതത്വം നൽകിക്കൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു യാത്ര തുടങ്ങുകയാണ്. ഈ വന്നിരിക്കുന്നവരൊക്കെ ഇവരുടെ വില്ലേജിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. അവരുടെ വില്ലേജിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു ഗോസ്പൽ ടൂറിങ്, അതാണ് ഈ ഒരു പ്രോഗ്രാം. നമ്മൾ പലപ്പോഴും പല അച്ഛന്മാരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് നമ്മൾ ടൂറിങ്ങിന് പോകുന്ന കാര്യം. അങ്ങനെ ഞങ്ങളും ഒരു ടൂറിങ്ങിന് പോവുകയാണ്. അവരുടെ വില്ലേജിലേക്ക് പോകുമ്പോൾ അവർക്കും നമുക്കും അത്യാവശ്യമുള്ള കുറേ സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ ഈ മലനിരകളിലൂടെ ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്നതുകൊണ്ട് അവർ വന്ന് നമ്മളെ സ്വീകരിച്ച് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ അവർക്കാണെങ്കിൽ 4-5 മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കും. നമ്മളാണെങ്കിൽ 6 മണിക്കൂറിൽ കൂടുതൽ എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ സമയം ഏതാണ്ട് 11:15 ഞങ്ങളിപ്പോൾ യാത്ര തുടരുകയാണ്. നമുക്ക് ഈ വില്ലേജിലേക്ക് പോകാം. അവരുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പ്രത്യേകതകളുള്ളൊരു വില്ലേജാണ്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ വഴിയിൽ നമുക്ക് കൂടുതൽ കണ്ടുമുട്ടാം. നമ്മളോടൊപ്പം ഉള്ള സനീഷ്, ഇത് ഫാദർ സനീഷ് ഇറ്റാനഗർ രൂപതയിലെ വൈദികനാണ്. ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഈ ഒരു ട്രൈബുമായിട്ട് ബന്ധപ്പെട്ടാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത്. പുരോഹിക് എന്ന് പറയുന്ന ഒരു ട്രൈബിൽപ്പെട്ട ആൾക്കാരാണ് ഇവർ. ഇവരുടെ വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മളെ കാത്ത് ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞു. മറ്റ് വില്ലേജുകളിൽ നിന്ന് വന്ന അനേകർ നമ്മളെ കാത്ത് അവിടെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ തന്നെ യാത്ര പുറപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് പകുതി വഴിക്ക് എത്തുമ്പോൾ ഒരു വില്ലേജ് ഉണ്ടാവും. അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഞങ്ങളുടെ കയ്യിൽ കുറച്ചൊക്കെ കരുതിയിട്ടുണ്ട്. ഞങ്ങൾ ഷെയർ ചെയ്ത് അത് കഴിച്ചിട്ട് മുമ്പോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു യാത്ര നമുക്കെല്ലാവർക്കും ഒരു വലിയ അനുഭവമാവും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജയ് ജിഷു.
തീർച്ചയായും ഇന്നേ വരെ ആരും ചിത്രീകരിച്ചിട്ടില്ലാത്ത വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു യാത്രാ അനുഭവത്തിന്റെ തുടക്കത്തിലായിരുന്നു എന്ന് ഞങ്ങൾക്കപ്പോഴും അറിയില്ലായിരുന്നു. കാട്ടിനുള്ളിൽ പ്രവേശിച്ചതും അന്തരീക്ഷം ആകെ മാറി. നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. കാട്ടിക്കൂടെയുള്ള യാത്രയാണ്. ഇപ്പോൾ കൂടെയുള്ള ഇവിടുത്തുകാർ ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട്. അത്ര എത്താൻ പറ്റുന്നില്ല, എന്നാലും നമ്മൾ പരിശ്രമിക്കാം. യാത്രയിലുടനീളം ഒരു പുഴ ഒഴുകുന്നതിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഡ്രോൺ പറത്തി നോക്കിയപ്പോഴാണ് വളരെ താഴെയായി മനോഹരമായ ആ പുഴ ഞങ്ങൾ കാണുന്നത്. സനീഷച്ചൻ ഈ വഴിയിലൂടെ കുറേ പ്രാവശ്യം പോയതുകൊണ്ട് എവിടെയെല്ലാം സ്റ്റോപ്പ് വേണമെന്ന് അച്ഛന് നന്നായിട്ട് അറിയാമായിരുന്നു. ഒരു മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം എല്ലാവരും ഒരല്പം വിശ്രമത്തിലാണ്. ഇത് ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട്. മുമ്പിൽ പുഴ ഒഴുകുന്നുണ്ട്, അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. സനീഷച്ചൻ കുറച്ച് സാധാരണഗതിയിൽ യാത്രയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പുകളുണ്ട്. ഒത്തിരി താഴെയാണ് പുഴയുള്ളത്. നമുക്കിവിടുന്ന് ഞാൻ ഇടയ്ക്ക് കൂടെ ഉള്ള ശാലോം ടീം അംഗങ്ങളോട് ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം, വഴി കുത്തുമ്പോൾ സൈഡിലേക്ക് മാറി പോയാൽ അത് ചിലപ്പം നേരെ താഴോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഒത്തിരി താഴെയാണ് പുഴയുള്ളത്. ഒറ്റയടിപ്പാത എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറ്റയടിപ്പാതയാണ്. ഇവിടെ ഇപ്പോൾ ഇരിക്കാനൊക്കെയുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അവർ കുറച്ചുകൂടെ വീതിയൊക്കെ ഉണ്ട്. എല്ലാവരും പോകുന്നവരെല്ലാവരും 1 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഇവിടെ ഇരിക്കും. ഇനി ഇടയ്ക്ക് 1-2 പോയിന്റുകളും കൂടെ ഉണ്ട് അടുത്ത വില്ലേജിൽ എത്തുന്നത് വരെ. അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടനെ ഈ പഴമൊക്കെ തിന്നിട്ട് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. യെക്ലി ഗ്രാമത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ഇത്രയും പേരിൽ പല പ്രായത്തിലുള്ളവരുണ്ട്. അതിൽ യുവാക്കളുണ്ട്, പ്രായമായവർ, കുട്ടികൾ, അങ്ങനെ പലരും ഈ യാത്രയിൽ കൂട്ടായി ചേർന്നിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ഇനിയും ചിലർ ഈ ഗോസ്പൽ ടൂറിങ്ങിൽ കൂടിച്ചേരാനുണ്ട് എന്നാണ് മിഷണറിമാർ പറയുന്നത്. ഇവിടെയുള്ളവർ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ സഹായത്തോടെയായിരുന്നു നടന്നതെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും ശ്രമകരമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. നടക്കുന്ന വഴിയിൽ കാലൊന്നു വഴുതിയാൽ പിന്നെ ആളിനെ കിട്ടണമെങ്കിൽ 100-150 അടി താഴെയുള്ള പുഴയിൽ ചെന്ന് നോക്കിയാൽ മതി എന്നാണ് സനീഷച്ചൻ പറഞ്ഞത്. എൻ്റെ കയ്യിൽ മാതാവുണ്ട്, അതുകൊണ്ട് മാതാവിനെ കാത്തോളും. ഈ കാണുന്ന ഉരുളൻ തടി കൊണ്ടുള്ള പാലം മിഷണറിമാർക്കു വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ്. ഇട്ടിരിക്കുന്നത് ദ്രവിച്ച തടിയാണെങ്കിൽ അതിൽ ചവിട്ടുന്ന ആളുടെ ഭാഗ്യം പോലെ ഇരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ താഴെ പുഴയോരത്ത് ചെന്ന് നോക്കിയാൽ മതി. മിഷണറിമാരോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് തോന്നുന്നു ചില സ്ഥലത്ത് വാഴപ്പിണ്ടിയുടെ പാലം പോലും ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി മക്കളെ.
തുടർന്നങ്ങോട്ടുള്ള യാത്രയിൽ അവിചാരിതമായ കാര്യങ്ങൾ പലരിലും സംഭവിച്ചുകൊണ്ടിരുന്നു. ഒരു സ്ഥലത്ത് ബിജു അച്ഛൻ നല്ല വഴുവഴുപ്പുള്ള ഒരു പാറയിൽ കാൽ വഴുതി വീണു. ഭാഗ്യത്തിനാണ് അങ്ങ് താഴേക്ക് പോകാഞ്ഞത്. അച്ഛൻ പറഞ്ഞത് മാതാവ് കയ്യിലുണ്ടായിരുന്നതുകൊണ്ടാണ് വലിയ അപകടം ഉണ്ടാകാഞ്ഞതെന്നാണ്. അല്ലായിരുന്നെങ്കിൽ തലയടിച്ചു വീഴേണ്ട വീഴ്ചയായിരുന്നു എന്നാണ് ബിജു അച്ഛൻ പറയുന്നത്. രണ്ട് മണിക്കൂറത്തെ യാത്ര നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 2 മണിക്കൂറത്തെ യാത്ര പൂർത്തിയാക്കി റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും വില്ലേജിൽ നിന്ന് 1-2 സഹോദരന്മാരും കൂടെ വന്നു ഞങ്ങളെ സഹായിക്കാനായിട്ട്. കാരണം ഇവരുടെ ഒത്തിരി ഭാരം ഉണ്ടെന്ന് അവർക്ക് തോന്നിയിട്ട് അവർ 1-2 സഹോദരന്മാരും കൂടെ പറഞ്ഞു വിട്ടതാണ്. ഒരു അച്ചായനും കൂടെ കയറി വരുന്നുണ്ട്. ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരുന്നതാണ് ഇവരെല്ലാവരും. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ സന്തോഷം. അവർ നമ്മളെ കാത്തിരിക്കുന്നു. വില്ലേജിൽ അവർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുമ്പേ ഒരു ഗ്രൂപ്പ് പോയിട്ടുണ്ട്. അവർ നമ്മുടെ ഫാദർ ചാക്കോച്ചനച്ഛൻ്റെ നേതൃത്വത്തിൽ, അതായത് ഈ ഒരു പുരോഹിത് വില്ലേജിൽ കൃത്യമായിട്ട് വിസിറ്റ് നടത്തിയ ഒരു ശുശ്രൂഷ തുടങ്ങി വെച്ച് മുമ്പ് പ്രേംഭായും മറ്റ് അച്ഛന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് 2002 മുതൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു മേഖലയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന നരിക്കാൻ ഇടവകയുടെ ആദ്യത്തെ വികാരിയായ ചാക്കോച്ചനച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് മുമ്പേ പോയിട്ടുണ്ട്. അവരെ കൊണ്ടുപോയി അവിടെ ആക്കിയിട്ടാണ് ഇവർ വീണ്ടും തിരിച്ചു വന്നത്. കാരണം ശാലോം ടീമിൻ്റെ ഉപകരണങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, ഒത്തിരി ലഗേജൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോകുന്നവരെ ഒന്നുകൂടി സഹായിക്കാമെന്നുള്ള ഇതിലാണ് അവർ വന്നിരിക്കുന്നത്. എന്നാലും ചെറിയൊരു അശ്രദ്ധ കൊണ്ടാവാം ഞാനൊന്ന് ഇടയ്ക്കൊന്ന് വീണായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ഇവിടെ ഒരു ചെറിയ നമ്മളൊരു ശ്രദ്ധിക്കാതെ പോയൊരു വഴി കിടന്നൊരു പാറയിലേക്ക് കയറിയപ്പോൾ തെന്നിപ്പോയതാണ്. കുഴപ്പമില്ല. എന്നാലും ആരോഗ്യത്തോട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് മുമ്പോട്ട് പോവാം. തീർച്ചയായും ഇതുതന്നെയാണ് ഗോസ്പൽ ടൂറിംഗ്. എന്ത് പ്രതിസന്ധി മുന്നിൽ വന്നാലും അവയെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു യാത്രയിലാണ് പങ്കുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം എല്ലാവരിലും പ്രകടമായിരുന്നു. അതാരിലൂടെയെങ്കിലും നയിക്കപ്പെടും. അതിന് ദൈവം ഇന്നിവിടെ നിയോഗിച്ചത് ഇവിടെയുള്ള ഈ പാവം ജനതയെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്ന പല ഗംഭീരമായ പ്രയാണങ്ങളും ദൈവം നയിച്ചത് നിസ്സാര മനുഷ്യരിലൂടെ തന്നെയാണ്. ദൈവത്തിന് മുൻപിൽ എളിമയോടെ അവൻ്റെ അരുളപ്പാടിനെ പിന്തുടർന്നു പോയവർ മാത്രമാണ് പിൽക്കാലത്ത് ലക്ഷ്യസ്ഥലത്തെത്തിയിട്ടുള്ളതെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശ തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് കരകയറ്റിയതും യേശു മിഡിൽ ഈസ്റ്റിലുടനീളം ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കുന്നതും അങ്ങനെ പോലെയുള്ള ഒരു ഇതിഹാസ യാത്രയ്ക്ക് വിധേയരാകാൻ നിരവധി വ്യക്തികളോട് ബൈബിൾ ആവശ്യപ്പെട്ടിരുന്നു. ഒരു യാത്രയുടെ നിർണായക ഘട്ടം നിറവേറ്റാൻ ലക്ഷ്യമിടുന്ന ഒരു ദൗത്യമാണ് അത്. എല്ലായ്പ്പോഴും പ്രതികൂലവും സംശയവും നേരിടാറുണ്ട്. യാത്രയുടെ പ്രയാസകരമായ സമയങ്ങളിൽ നമുക്ക് ശക്തിയും മാർഗനിർദ്ദേശവും നൽകുന്നത് ദൈവവചനമാണ്. നമ്മുടെ പോകുന്ന വില്ലേജിന്റെ കാറ്റഗിസ്റ്റാണ് ഇദ്ദേഹം.
നമ്മളെ വഴിക്ക് കാണാത്ത തോമസ് എന്നാണ് പേര്. നമ്മളെ കാണാത്തതുകൊണ്ട് നമ്മൾ താമസിക്കുന്നതുകൊണ്ട് പുള്ളി അന്വേഷിച്ച് വീണ്ടും വന്നതാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. ഇതാണ് ഇവരുടെ സ്നേഹം. നമ്മളെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്നാ ഉണ്ടെങ്കിൽ നമ്മളെ വേണമെങ്കിൽ ഇപ്പോൾ ചുമന്നുകൊണ്ട് പോകാനായിട്ട് ഇവർ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. മലയുടെ മുകളിൽ അരയടി വീതി മാത്രമുള്ള ഹൈവേയുടെ നടുവിലാണ് നമ്മൾ കാറ്റക്കിസ്റ്റ് തോമസിനെ പരിചയപ്പെടുന്നത് എന്നോർക്കണം. ആനെ മുറിയാം അല്ലേ പരിസ്ഥിതി അമ്മേനെ ഞാൻ എടുത്തോളാം. നമ്മളിപ്പോൾ 25 കിലോമീറ്ററിന് മുകളിൽ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ലെമ്ര എന്ന ഒരു ചെറു ഗ്രാമത്തിന്റെ അതിർത്തിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പ്ലാനിംഗ് അനുസരിച്ച് ഇവിടെ എത്തേണ്ടത് ഉച്ചയ്ക്കായിരുന്നു. പക്ഷേ എത്തിച്ചേർന്നതോ വൈകിട്ട് 4 മണിക്കും. മലഞ്ചെരിവിലൂടെയുള്ള ട്രക്കിംഗ് എല്ലാവരെയും വല്ലാതെ അങ്ങ് തളർത്തി കഴിഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. 4 മണിക്കൂർ എടുത്തു. ഇപ്പം 3:15 ഞങ്ങളിവിടെ എത്തിയത്. 11:15 ഇറങ്ങിയിട്ട് ഇവിടെ വന്നു. എല്ലാവരും ഞങ്ങൾ ഭക്ഷണം പൊതി കെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും വിതരണം ചെയ്തു. ഞങ്ങളുടെ മുമ്പേ വന്ന ഗ്രൂപ്പ് ഞങ്ങളോടൊപ്പം കഴിക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ ഞങ്ങളെ കാത്തു നിന്ന് മടുത്തിട്ട് അവർ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്തു. ഇനി ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. ഇവർ ചോറ് വളരെ രുചികരമായിട്ടാണ് കഴിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇവർക്ക് ചോറ് എപ്പോഴും കിട്ടുന്ന ഒരു വസ്തുവല്ല. ഇവർ കഴിക്കുന്ന റംബങ് എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ വില്ലയിലേക്കാണ് പോകുന്നത്. നമ്മൾ കാണും അതെന്താണെന്ന്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണത്തിന് അവർക്ക് ഇരട്ടി രുചിയാണ്. പക്ഷേ ക്ഷീണിച്ചതുകൊണ്ട് ഞങ്ങൾക്കും ഇതിന് ഇരട്ടി രുചി തന്നെയുണ്ട്. ഞങ്ങൾക്കും ഇത് വിശപ്പ് കൂടുതലുള്ളത് കൊണ്ട് ഇത്രയും നടന്നതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ രുചി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഏതായാലും ഇനി ഇത് ഭക്ഷണം കഴിഞ്ഞ ഉടനെ പോകണം. ഇനിയും അവർ ഇവിടം വരെ എത്താനായിട്ട് 3 മണിക്കൂറാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 4 മണിക്കൂർ എടുത്തു. ഇനി മുമ്പോട്ടുള്ള യാത്ര ഏതാണ്ട് 3 മണിക്കൂറാണ് അവർ പറയുന്നത്. എപ്പോഴെത്തുമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഏതായാലും രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി കൂടുതൽ ദൃശ്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. എങ്കിലും നമുക്ക് അടുത്ത ദിവസം കൂടുതൽ കാര്യങ്ങൾ വിശേഷങ്ങൾ അറിയാൻ സാധിക്കും. അരുണാചൽ കാണാൻ വേണ്ടിയിട്ട് യക്ലി എന്ന് പറയുന്ന അവരുടെ വില്ലേജ് കാണാനായിട്ടാണ് പരിശുദ്ധ മറിയം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ യക്ലി വില്ലേജിലേക്കും മാം മരിയത്തിനെ പരിശുദ്ധ അമ്മയെ ഞാൻ തന്നെ കൊണ്ടുപോകുമെന്നാണ് അയാൾ ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇവിടെ വഴിക്കുന്ന തന്നെ അദ്ദേഹം അത് മേടിച്ച് എൻ്റെ പരിശുദ്ധ അമ്മേനെ എൻ്റെ കയ്യിൽ മേടിച്ച് പിടിച്ചു. ഞാൻ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയിക്കോളാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇവിടുത്തെ പരിപാടി അങ്ങനെ ഭക്ഷണം കഴിച്ചു. 4 മണിയായി. ഇനി മുമ്പോട്ട് നീങ്ങാണ്. നംപു ലെമ്ര 2 വില്ലേജുകളാണ്. നംപു എന്ന് പറയുന്നത് മുകളിലാണ്. ഇത് ലെമ്ര, ഇത് നംപു ആണ്. അതാണ് അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. നംപു എന്ന് ഉള്ള ആൾക്കാർ വന്ന് താമസിക്കുന്നതാണ് ലെമ്ര എന്ന് പറയുന്ന സ്ഥലത്ത്. അതുകൊണ്ട് അവർ നംപു വില്ലേജ് തന്നെയാണ് അവർ ഇതിന് പറയുന്നത്. അപ്പോൾ ഈ വില്ലേജിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെടുകയായി. ഇനിയും കുത്തനെയുള്ള കയറ്റം കയറാനുണ്ടെന്നാണ് പറഞ്ഞത്. കൂടെയുള്ള ചിലരെങ്കിലും അതിൽ ഉത്കണ്ഠാകുലരാണ്. ബിജു അച്ഛൻ ഇനിയുള്ള യാത്രയിൽ ചിലരുടെ ഉത്കണ്ഠതയെക്കുറിച്ച് പറയുകയുണ്ടായത് അത് എന്നെക്കുറിച്ചായിരുന്നു. ഇത്രയും മണിക്കൂർ കയറ്റം കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 3 മാസം മുൻപ് സംഭവിച്ച ഗുരുതരമായ വീഴ്ചയിൽ എൻ്റെ കാലിൻ്റെ മുട്ടലിന് പരിക്ക് പറ്റിയിരുന്നു. ഇനി ആ യക്ലി എന്ന ഗ്രാമത്തിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റുമോ? പാതി വഴിക്ക് വെച്ച് ഞാൻ പിന്മാറേണ്ടി വരുമോ? ഒന്നുറപ്പിച്ചു, എനിക്കെന്ത് സംഭവിച്ചാലും ഈ യാത്ര ഇവിടെ അവസാനിക്കാനുള്ളതല്ല. ഈ യാത്ര തുടർന്നേ പറ്റൂ. കാരണം ഒറ്റപ്പെട്ട ആ ഗ്രാമത്തിൽ മിഷണറിമാരെയും കാത്തിരിക്കുന്ന അനേകം ജനതയ്ക്കു വേണ്ടി കർത്താവിൻ്റെ വചനം എത്തിക്കാനുള്ള യാത്രയാണിത്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത് ദൈവം എന്നിൽ ഭരമേൽപ്പിച്ച ദൗത്യവും. എനിക്കിനി പറയാനുള്ളത് എല്ലാം ദൈവമഹത്വത്തിനായി സംഭവിക്കട്ടെ. ആമേൻ.